ഡിയേഴ്സ്, അപ്പൊ എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോ നമ്മളെല്ലാവരും ഒരു 2 മണിക്ക് ആക്കിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാകും അല്ലെ? അപ്പൊ എന്തായാലും പ്രൊമോ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് ആ ഒരു പിങ്കി ആ ഒരു വയറ് കാണൽ ചടങ്ങ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. എന്നിട്ട് അത് നമ്മുടെ അച്ഛൻ പ്രൊഫസർ ഉണ്ടല്ലോ, അയാൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല. ഇത് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞല്ലേ, നിന്റെ കുഞ്ഞല്ലല്ലോ ഈ ചടങ്ങൊക്കെ നടത്താൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിങ്കി ഇങ്ങനെ ഭയങ്കര ഭീഷണിപ്പെടുത്തുക. ഒരു പ്രസവത്തോട് കൂടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പപ്പ ആരോട് വാശി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പറഞ്ഞ് നമ്മുടെ പപ്പ ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ആ ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാട്ടോ ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണാൻ സാധിച്ചത്. അപ്പൊ ഈ ചടങ്ങിനെ പറ്റി നമ്മുടെ നന്ദിയോടൊക്കെ പറയുമ്പോൾ നന്ദിക്കൊക്കെ ഭയങ്കര സങ്കടമാകുന്നുണ്ട്. എന്നാലും പോട്ടെ, എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പൊ ആ ഒരു ചടങ്ങിന് വേണ്ടി നമ്മുടെ പിങ്കി പുതിയ സാരി എടുക്കുന്നു, അതിന് വേണ്ട ഒരുക്കവും ബഹളവും ഒക്കെ. അപ്പൊ ഇതൊക്കെ കണ്ട മോഹിനി പറയുന്നുണ്ട്, ഓ ഈ ഒരുക്കമൊക്കെ കണ്ടാൽ തോന്നും സ്വന്തം കുഞ്ഞാണെന്ന് തോന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും പ്രൊഫസറിനെ സമ്മതിക്കണം, പ്രൊഫസർ വരാന്ന് സമ്മതിച്ചല്ലോ എന്നൊക്കെ നമ്മുടെ മോഹിനി നമ്മുടെ ഗിരിജ ഉണ്ടല്ലോ, ഗിരിജയോടും പിങ്കിയോടൊക്കെ പറയുന്ന രംഗങ്ങൾ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ ആദ്യം കാണുവാൻ സാധിച്ചത്. പിന്നീട് നമ്മുടെ നന്ദി ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ആ ഒരു പാഴ്സൽ ഫുഡ് വരുന്നുണ്ട്. അതൊരു ഡെലിവറി ബോയ് വന്നിട്ട് നമ്മുടെ ഗിരിജച്ചിറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഗിരിജച്ചിട്ട് അത് നേരെ നമ്മുടെ പിങ്കിക്ക് കൊടുക്കുന്നുണ്ട്. പിങ്കി അതിങ്ങനെ കഴിക്കാൻ പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ തന്തയോടും ഗൗതമിനോടും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം, ഡോക്ടർ ഫാസ്റ്റ് ഫുഡൊന്നും ഒരിക്കലും നമ്മുടെ പിങ്കിക്ക് കൊടുക്കരുതെന്ന്. അപ്പൊ നമ്മുടെ പിങ്കിയാണെങ്കിൽ ആരും കാണാതെ ഒളിച്ച് ആ ഭക്ഷണം കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പൊ ഇങ്ങനെ പിങ്കി ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ഇങ്ങനെ വായിൽ വെക്കാൻ പോകുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഞെട്ടി ഒരു സ്ഥലത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നന്ദ എന്തായാലും അവിടെ ഇടപെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കും കേട്ടോ നാളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.